നമ്മുടെ ഗാർഡൻ മേക്കോറിൻ്റെ പാർട്ട് 2 ആണിത്. നമ്മൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ഒക്കെ പറിച്ചു മാറ്റിയിരുന്നു. പിന്നെ ഒരു ഹെവി റെയിൻ വരുന്നുണ്ട് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൗടങ്ങൊക്കെ ഈ ഒരു മണ്ണിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടോ, എന്നാൽ ഒരു നല്ല സെറ്റായി നിന്നോളും വിചാരിച്ചിട്ട്. ആരോ റൂട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ് നമ്മൾ ഇവിടെ പ്ലാന്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ചളിയാക്കിയിട്ടാണ് ഇത് എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പോട്ടിലുള്ള ആ ഒരു ബോഗൺവില്ലക്കും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നമാകും വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മണ്ണൊക്കെ മാറ്റി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ. എന്താ വെച്ചാലേ ഞാൻ എത്ര കഷ്ടപ്പെട്ട് എടുക്കാമെന്നുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ റൂട്ടെങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് എന്തിനും പറ്റില്ല, ഈ പ്ലാന്റ് വലിച്ചെറിയാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇതിൽ കണ്ടില്ലേ കുറച്ച് ചെറിയ ഷോർട്സൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഇതാണ് നമ്മളെ കൂട്ടത്തിലെ മെയിൻ പ്ലാന്റ്. ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സും കൂടെ നമ്മൾ ഒരു 2-3 പ്ലാന്റുള്ളൂ നമ്മളടുത്ത്. പിന്നെ ഇതിൽ ഷോർട്സ് ഉണ്ടായിട്ട് വേണം ഇത് കുറച്ചും കൂടെ ഒന്ന് വൃത്തിയായിട്ട് നിൽക്കാൻ. അപ്പോൾ നമ്മൾ കുഴിച്ചിടുമ്പോൾ എന്തായാലും ഉറപ്പാണല്ലോ നമ്മളൊരു പ്ലാന്റ് ഇതാക്കി കഴിഞ്ഞാൽ അത് ബോറായിട്ടേ നിൽക്കുള്ളൂ ഒരു മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ലാസ്റ്റിക്കായിരിക്കും അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുക. പിന്നെ ഈ ഗ്രാസ് കണ്ടോ അടിയിൽ കൂടെ അല്ലേ, അത് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് വേറെ എന്തെങ്കിലും വളങ്ങളുടെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും കോക്കോ പീറ്റും കാര്യങ്ങളൊന്നും നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇത്രയും വലിയൊരു ഏരിയയിൽ കോക്കോ പീറ്റ് ആഡ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പിന്നെ നമ്മളെ ചെറിയ പ്ലാന്റ് ആ ഒരു സൈഡിലാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അതൊക്കെ ഇനി വലുതാവുമായിരിക്കും. പിന്നെ ഒരിക്കലും നമ്മളൊരു കാര്യം ചെയ്താൽ അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മേക്ക് ഓവർ ഏതാണ്ട് 1 വർഷം എടുത്തിട്ടാണ് കേട്ടോ നല്ല ഭംഗിയായി കിട്ടിയത്. ഇത് ചിലപ്പോൾ എനിക്ക് അതിലേറെ എടുക്കും. പിന്നെ എനിക്ക് ഇത് മണ്ണിൽ നിന്ന് കിട്ടിയൊരു സാധനമാണ് നമ്മുടെ പന്തുക്കൊക്കെ കാറ്റെടുക്കണ പിന്നുണ്ടല്ലോ. ഇതെങ്ങനെ ഇപ്പോൾ ഇതിലെത്തിയെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ. പിന്നെ നമ്മൾ ഇത് നല്ലോണം വെള്ളം നനച്ചു കൊടുത്തു. ഇത് പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ഡെയിലി വെള്ളം നനച്ചു കൊടുക്കേണ്ടി വരും. നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ബ്രൗൺ പ്ലാന്റ് ഏതാണ്ട് 3 ഡേയ്സിൻ്റെ ഇടയ്ക്കൊക്കെ വെള്ളം നനച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഇത് പിന്നെ എന്നും നനക്കണം. നമ്മൾ തന്നെ ഒരു പണി ഉണ്ടാക്കുക, തന്നെ ഒരു ഇത്. എന്തായാലും ഇത് കുറച്ച് കാലം കഴിഞ്ഞാൽ നല്ല ഭംഗിയാവുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആയാൽ മതി ഇനി. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ. നമുക്ക് നമ്മളെ സപ്പോർട്ടൊന്ന് നിങ്ങൾ തരണം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് കേട്ടോ. ഇതാ ഇത്രേ ആയിട്ടുള്ളൂ. അപ്പം എന്നാൽ അടുത്ത ബ്ലോഗിൽ കാണാം. അപ്പോൾ ശരി എന്നാൽ.